السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بإدراك رمضان شهر العفو والغفران، وأفضل الصلاة وأتم السلام على سيدنا محمد سيد ولد عدنان وعلى آله وأصحابه أهل الرضوان. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വർഷത്തെ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് ഇതാ സമാഗതമായിരിക്കുന്നു. അൽഹംദുലില്ലാഹി അൽഫ മറ. എത്രയോ ആളുകൾ കഴിഞ്ഞ റമദാനുക്ക് ശേഷം നമ്മോട് ബന്ധപ്പെട്ടവരായും അല്ലാതെയും ഒരുപാട് മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയി. അവർക്കാർക്കും ഈ പരിശുദ്ധ റമദാൻ എത്തിക്കാൻ കഴിഞ്ഞില്ല. അൽഹംദുലില്ലാ, നമ്മൾ എത്തിച്ചു കഴിഞ്ഞു. മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശാലമായ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തിൻ്റെ മഹത്വം പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ഹദീസിലൂടെ നമുക്ക് തുടങ്ങാം. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. മഹാനവറുകൾ പറയുന്നു, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് ഖുത്ബ പ്രസംഗം നടത്തി. ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ, ശഅബാനിൻ്റെ അവസാനത്തെ ദിവസം. ആ പ്രസംഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഖദ് അളല്ലക്കും ശഹറുൻ അളീം. ഓ ജനങ്ങളെ, തീർച്ചയായും നിങ്ങൾക്കിതാ ഒരു മഹത്തായ മാസം സമാഗതമായിരിക്കുന്നു. ഷഹറുൻ മുബാറക്കുൻ, അനുഗ്രഹീത മാസമാണ്. ഷഹറുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ഖൈറായ ഒരു രാവ് നിലകൊള്ളുന്ന മാസം കൂടിയാണ്. ഈ മാസത്തിൽ ആരെങ്കിലും വല്ല ഖൈറും ചെയ്താൽ കാന കമൻ അദ്ദാ ഫരീളത്തൻ ഫീമാ സിവാ, അവൻ മറ്റുള്ള മാസത്തിൽ ഒരു ഫർദ് ചെയ്തവനെ പോലെയാണ്. ഈ മാസത്തിൽ ഒരു സുന്നത്തായ കാര്യം ചെയ്താൽ മറ്റുള്ള മാസങ്ങളിൽ ഒരു ഫർദ് ചെയ്തവനെ പോലെയാണ്. ഫർദും സുന്നത്തും നോക്കുകയാണെങ്കിൽ ഫർദിനാണ് കൂലി കൂടുതൽ. ഒമൻ അദ്ദാ ഫീഹി ഫരീളത്തൻ, ഈ മാസത്തിൽ ഒരു ഫർദ് ഒരാൾ വീട്ടിയാൽ കാന കമൻ അദ്ദാ സബഈന ഫരീളത്തൻ ഫീമാ സിവാ, റമദാൻ അല്ലാത്ത കാലത്ത് 70 ഫർദ് വീട്ടിയവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പുണ്യങ്ങളുടെ പൂക്കാലമാണ് പരിശുദ്ധ റമദാൻ മാസം. ഒരു സുന്നത്തായ അമൽ തന്നെ ചെയ്താൽ ഫർദിൻ്റെ കൂലി, ഒരു ഫർദ് ചെയ്താൽ 70 ഫർദിൻ്റെ കൂലിയാണ്. അപ്പം ഇതല്ലേ നമ്മൾ മുതലാക്കേണ്ടത്? ഈ അവസരമല്ലേ നമ്മൾ മുതലെടുക്കേണ്ടത്? ഇതല്ലേ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്? ജീവിതത്തിൽ ഒരു റമദാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
അതിലും വലിയ അനുഗ്രഹം ഏതാണുള്ളത്? അതിലും വലിയ അനുഗ്രഹം എന്താണുള്ളത്? ഒരുപാട് ഖൈറാത്തുകൾ ചെയ്യാനുള്ള അവസരമല്ലേ അവർക്ക് വന്നു കിട്ടിയത്. ജഅലല്ലാഹു സിയാമഹു ഫരീള. ഈ മാസത്തിൽ നോമ്പെടുക്കൽ അള്ളാഹു തആല ഫർദാക്കിയിരിക്കുന്നു. വഖിയാമ ലൈലിഹി തതവ്വുഅ. രാത്രിയിലെ നിസ്കാരം അത് സുന്നത്താക്കിയിരിക്കുന്നു. അഥവാ റമദാൻ നോമ്പ് ഫർദും റമദാനിൻ്റെ രാത്രിയുള്ള ഫജർ നിസ്കാരം തറാവീഹ് അത് സുന്നത്തുമാക്കിയിരിക്കുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന എല്ലാവരോടും എൻ്റെ നഫ്സിനോടും എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത്, ഈ വന്നു കിട്ടിയ അവസരം നമ്മൾ മുതലാക്കണം. നാളെ ആഖിറത്തിലേക്ക് സമ്പാദ്യം കൂട്ടാൻ നമ്മൾ ശ്രമിക്കണം. തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കണം. കാരണം കൂടുതൽ കൂലി കിട്ടുമ്പോൾ അതിനനുസരിച്ച് തന്നെ കൂടുതൽ ശിക്ഷയും ഉണ്ടാകും തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ. പരിശുദ്ധ റമദാന് തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള മാസമല്ല. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി 5 നേരം 5 വക്ത് നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കണം. ഒരൊറ്റ നിസ്കാരം പോലും ഖളാക്കിക്കൂടാ. 5 നേരത്തെ നിസ്കാരം ഫർദാണല്ലോ. റമദാൻ അല്ലാത്ത കാലത്തൊക്കെ സുന്നത്ത് നിസ്കാരം തറാവീഹ് ചിലപ്പോൾ നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലും അത് സുന്നത്താണെന്നെങ്കിലും പറയാം. പക്ഷെ ഫർദ് നിസ്കാരം അങ്ങനെയല്ലല്ലോ, അതിനൊരു അളവുമില്ലല്ലോ. അത് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ തറാവീഹ് നിസ്കരിക്കണ്ട എന്നല്ല. തറാവീഹ് റമദാനിക്ക് മാത്രമുള്ള നിസ്കാരമല്ല, അത് എങ്ങനെ നിസ്കരിക്കണം. ഫർദ് ഒഴിവാക്കിയിട്ട് ഫർദിൽ വീഴ്ച വരുത്തിയിട്ട് സുന്നത്തിൽ കഴിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ ശ്രദ്ധാലുക്കളാവും. നമുക്ക് ഒരു ടൈം ടേബിൾ വേണം. നമ്മളിപ്പം ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ചും എന്തൊക്കെ ഇന്ന സമയത്ത് ഇന്നതൊക്കെ ചെയ്യാമെന്നുള്ളൊരു ടൈം ടേബിൾ നമ്മൾ ആദ്യമായി കണ്ടെത്തണം. അതിനൊക്കെ ഒരു സമയം കണ്ടെത്തണം. നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണല്ലോ ഇത്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. അപ്പോൾ ഈ ഖുർആൻ ഇറക്കപ്പെട്ട മാസത്തിൽ പരിശുദ്ധ ഖുർആൻ കൂടുതലായിട്ട് നമ്മൾ പാരായണം ചെയ്യണം. നമുക്കെല്ലാവർക്കും അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. അർത്ഥം അറിയുന്നവരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. എന്നാലും അർത്ഥം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പരിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ പാരായണം ചെയ്യണം. അതിന് വലിയ മഹത്വമാണുള്ളത് ഖുർആൻ പാരായണം ചെയ്യുന്നതിന്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഒരു ഖത്തമെങ്കിലും ഈ മാസം പൂർത്തിയാകുമ്പോഴേക്ക് തീർക്കണം. ഏറ്റവും കുറഞ്ഞതാണ് ഈ പറയുന്നത്. 2, 3 ഒക്കെ തീർക്കാം. അതിനനുസരിച്ച് അല്ലാഹു തആല അവനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ഒരു ഖത്തമെങ്കിലും തീർക്കാൻ ഒരു പ്രയാസമില്ല. ഒരു ദിവസം ഒരു ജുസ് ഓതിയാൽ തന്നെ അത് ടൈം ടേബിൾ വെച്ച് ഓതിയാൽ തന്നെ ഒരു ഖത്തം തീർക്കാൻ കഴിയും. റമദാൻ കഴിയുമ്പോഴേക്ക് ഒരു ജുസ് ഓതാൻ എത്രയാണ്? ഏറിപ്പോയാൽ അരമണിക്കൂർ അല്ലെങ്കിൽ 20-25 മിനിറ്റ് കൊണ്ട് ഒരു ജുസ് ഓതി തീർക്കാൻ കഴിയും. അതിനൊരു സമയം, നിസ്കാരത്തിന് ശേഷം, സുബഹിൻ്റെ ശേഷം, ളുഹറിൻ്റെ ശേഷം, അസറിൻ്റെ ശേഷം, മഗ്‌രിബിന് ശേഷം പിന്നെ അതിനൊന്നും ടൈം കിട്ടൂല. ഭക്ഷണം കഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. ഇങ്ങനെ ഒരു ടൈം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് നിഷ്പ്രയാസം ഓതി തീർക്കാൻ കഴിയും, 1ഉം 2ഉം ഒക്കെ. അതുകൊണ്ട് എല്ലാവരും പരിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ ഓതണം. തെറ്റോട് കൂടി ഓതരുത് എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ധൃതി പിടിച്ച് ഓതരുത്. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ നിയമവശങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. അല്ലെങ്കിൽ ഗുണത്തിലേറെ ദോഷമാണ് സംഭവിക്കുക എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് നിയമങ്ങളുണ്ട്. തജ്വീദിൻ്റെ നിയമങ്ങളെന്ന് പറയും. ഖുർആൻ ഓതേണ്ട നിയമങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മളെ ഓത്ത് വേറെ കോലത്തിലായിരിക്കും. അങ്ങനെയല്ല. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് തെറ്റുകൾ
വരാതെ അതിന് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇന്ന് മുതൽക്ക് തന്നെ ഖുർആൻ സ്റ്റാർട്ട് ചെയ്യുക. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് റമദാൻ ആരംഭിച്ചു കഴിഞ്ഞു. നാളെ ഇൻഷാ അല്ലാഹ് നമ്മളെ നാട്ടിലും ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി നാളെ നാട്ടിൽ തറാവി ആരംഭിക്കുന്നു. അപ്പം എല്ലാവരും ഇബാദത്തുകളിലൊക്കെ സജീവമാകുക. നമ്മൾക്ക് നാളെ മരണപ്പെട്ടു പോയാൽ നമ്മളെ ഖബറിൻ്റെ അകത്തും നാളെ ആഖിറത്തിലും എല്ലാം ഉപകാരപ്പെടുന്ന സൽക്കർമ്മങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അള്ളാഹു ഒരു സാലിഹായ അമലായി കബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളിലും മാഫാക്കണേ അള്ളാഹ്. പരിശുദ്ധമായ റമദാനിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന റബ്ബേ, എനിക്ക് ആയിരം സ്തുതികൾ അർപ്പിക്കുന്നു. റബ്ബേ, ഈ മാസം പരിപൂർണമായി നോമ്പെടുക്കാനും മറ്റ് ഇബാദത്തുകൾ ചെയ്യാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹ്. റബ്ബേ, അതിനുള്ള മാർഗങ്ങളൊക്കെ ഞങ്ങൾക്ക് എളുപ്പമാക്കണേ അള്ളാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും മാഫാക്കണേ അള്ളാഹ്. പരിശുദ്ധ റമദാൻ വിരിയുന്നതിന് മുമ്പായി ഞങ്ങളെ നീ ശുദ്ധീകരിക്കണേ അള്ളാഹ്. ഞങ്ങളെ നീ ശുദ്ധീകരിക്കണേ അള്ളാഹ്. റഹ്മാനായ റബ്ബേ, ഒരുപാട് ആളുകൾ പല മുറാദുകളും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അള്ളാഹ്. ഉംറക്ക് പോയവരുണ്ട് റബ്ബേ, അവരെ ഉംറകളൊക്കെ നീ കബൂലാക്കണേ അള്ളാഹ്. സിയാറത്തുകളും അമലുകളൊക്കെ നീ കബൂലാക്കണേ അള്ളാഹ്. ഹജ്ജിനെ ഉദ്ദേശിച്ചവരുണ്ട് റബ്ബേ, അവർക്ക് അതിൻ്റെ മാർഗങ്ങളൊക്കെ എളുപ്പമാക്കണേ അള്ളാഹ്. റഹ്മാനായ റബ്ബേ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ഈ മാസത്തിൽ ചെയ്യുന്നവരുണ്ട്. എല്ലാം നീ കബൂലാക്കണേ അള്ളാഹ്. കിറ്റുകൾ വിതരണം ചെയ്യുന്നവരുണ്ട് റബ്ബേ, എല്ലാം നീ കബൂലാക്കണേ അള്ളാഹ്. നീ സ്വീകരിക്കണേ അള്ളാഹ്. അർഹമായ പ്രതിഫലം അതിനെ സഹകരിച്ച ആളുകൾക്കൊക്കെ നീ നൽകണേ അള്ളാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായുസ്സിൽ നിന്റെ പൊരുത്തത്തിലായി നൽകണേ അള്ളാഹ്. നിന്റെ പൊരുത്തത്തിലായി നൽകണേ അള്ളാഹ്. റഹ്മാനായ റബ്ബേ, അവർക്കും ഞങ്ങൾക്കും മരണം ഹൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അള്ളാഹ്. റബ്ബേ, ഈ പരിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പായി റബ്ബേ, എത്തുന്നതിന് മുമ്പായിട്ട് ഒരുപാട് മോമിനീങ്ങൾ റബ്ബേ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നാളെ മണ്ണിൻ്റെ അവകാശികളായിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ നിൻ്റെ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കണേ അള്ളാഹ്. നിൻ്റെ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കണേ അള്ളാഹ്. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, ഇഷ്ടജനങ്ങളെല്ലാം ഉണ്ട് റബ്ബേ. നീ അവർക്കൊക്കെ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കണേ അള്ളാഹ്. അവരെ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കണേ അള്ളാഹ്. എല്ലാ മോമിനികൾക്കും മോമിനാത്തിനും കൊടുക്കണേ അള്ളാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.